സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ നന്ദനാണെങ്കിൽ ദേവികയോട് ഈ ഋഷിയെ കൊന്ന കാര്യം പറയുമ്പം ദേവികയാണെങ്കിൽ ആകെ ഷോക്കായിട്ട് വീണ്ടും നന്ദനോട് ചെന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറയണത് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല, ഇത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ ദേവി എന്നാണോ പറയണേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്, ഞാനിത് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചതാണ്, പിന്നീട് അമ്മയും കെവിനും എല്ലാവരും പറഞ്ഞു ആരോടും പറയണ്ടെന്ന്, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. എന്നാലും ദേവി എന്നെ സംശയിച്ചില്ലേ, ഞാനും ബെല്ലയായിട്ട് ഒരു ബന്ധവുമില്ല, അന്ന് അവളുടെ കൂടെ ഞാൻ പോയിന്നുള്ളൂ, അതിൻ്റെ കാരണം ഇതാ, ഋഷിയുടെ കൊലക്കേസിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയത് ഇസബെല്ലേ, അതുകൊണ്ടാണ് ഞാൻ അവർ പറയണതെല്ലാം കേട്ടത്, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ല. അന്ന് ആ പ്ലാന്റിന് അനുമതി കൊടുപ്പിച്ചതും ഈ ഒരു കാരണം കൊണ്ടാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ട് ദേവിയുടെ കൂടെ നല്ലൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ദേവി ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, എന്തായാലും ഒരു കൊലപാതകം എന്ന് പറയുമ്പോൾ അതൊരു ക്രിമിനൽ കുറ്റം തന്നെ, അതൊരിക്കലും നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, ഋഷിയും നന്ദുവിനെ കൂട്ട് ഒരമ്മയ്ക്ക് പിറന്ന മകനാണ്, ആ അമ്മയും ഇതോർത്ത് വേദനിക്കുന്നില്ലേ, അപ്പോൾ നമുക്ക് എന്തായാലും ഇത് പോലീസിലെ അറിയിച്ച് കോടതിയിൽ കീഴടങ്ങണം, ഇതിന് കിട്ടുന്ന ശിക്ഷ എന്തായാലും നന്ദു ഏറ്റുവാങ്ങണം, അല്ലാതെ ഞാൻ ഇതിൽ നിന്ന് നന്ദുവിനെ രക്ഷിക്കാനൊന്നും നിൽക്കില്ല, ഞാൻ നിയമ നടപടിയായിട്ട് മുന്നോട്ട് തന്നെ പോവുള്ളൂ എന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, ദേവിയുടെ തീരുമാനം എന്തായാലും എനിക്ക് പരാതിയില്ല, പിന്നെ ഞാൻ അച്ഛനെ അടിച്ചത് മനഃപൂർവ്വമല്ല, അറിയാതെ അബദ്ധത്തിൽ സംഭവിച്ചതാണ്, ആ ഋഷിയുടെ കൂട്ടുകാരെന്നെ ഉപദ്രവിക്കാൻ വന്നപ്പം അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വടിയെടുത്ത് അടിച്ചപ്പം അബദ്ധത്തിൽ അച്ഛൻ വന്ന് അതിൻ്റെ ഇടയിൽ വീണതാണ്, അല്ലാതെ ഞാൻ മനഃപൂർവ്വം അല്ല ദേവി ഇത് വിശ്വസിക്കണം, വേറെ ഒരു ചതിയും ഞാൻ ദേവിയോട് ചെയ്തിട്ടില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയെ തന്നെയാണ്. കാരണം സിദ്ധാർത്ഥന് ഒരുപാട് ആദർശം പറയുന്ന ആളാണെങ്കിലും ഈ നന്ദൻ ഇപ്പോൾ ഒരു കൊലക്കേസിൽ പ്രതിയാണെന്നും ആ കൊലക്കേസിൽ നിന്നും ഇസബെല്ലയും കെവിനെ രക്ഷിച്ചെന്നൊക്കെ പറയുമ്പോൾ സിദ്ധാർത്ഥനാണെങ്കിൽ പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് താനെന്താ ഇത് എന്നെ അറിയിക്കാതിരുന്നത്, ഒന്നുമില്ലെങ്കിലും ഞാൻ തൻ്റെ ഭർത്താവല്ലേ, എന്നോടൊരു വാക്ക് പറയാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം അത് പറ്റിപ്പോയി സിദ്ധു, ആ ഒരവസ്ഥയിൽ ആരോടും പറയണ്ടെന്നാണ് തോന്നിയത്, പിന്നെ ദേവിക അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ മറച്ചു വെച്ചതെന്ന് പറയുമ്പോൾ അന്നത് മറച്ചു വയ്ക്കാതിരുന്നെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു, അതിൻ്റെ പുറകിൽ ഇപ്പോൾ എന്തോരം പ്രശ്നങ്ങളാണ് നടന്നത്, ഇനിയിപ്പോൾ ഈ ഋഷിയുടെ ഡെഡ് ബോഡി എവിടെയാണ് കുഴിച്ചിട്ടേക്കണേന്ന് അറിയുമെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല, അതൊക്കെ കെവിനാ കൈകാര്യം ചെയ്തേക്കണേന്ന് പറയുന്ന സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, ഇത് കേസായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡെഡ് ബോഡി തിരഞ്ഞെടുക്കേണ്ട വരും, ആ സമയത്ത് കെവിനെയും ഇതിൽ ചോദ്യം ചെയ്യേണ്ടി വരും, ഇതിൽ കെവിനും ഇസബെല്ല എല്ലാവരും പ്രതിയായി വരും, പിന്നെ ഇത് മറച്ചു വെച്ചതിൻ്റെ പേരിൽ താനും ചിലപ്പോൾ പ്രതിപട്ടികയിൽ വരുമെന്ന്. അത് കേട്ടതും പ്രഭാവതി പറയുന്നുണ്ട്, നമ്മളുടെ നന്ദുവിനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ സിദ്ധു, എങ്ങനെയെങ്കിലും നന്ദനെ രക്ഷിച്ചെടുക്കണം എന്ന് പറയുമ്പം അത് നീ ഇനി ദേവികയോട് സംസാരിച്ചാൽ മതി, ദേവിക ഈ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണോ അതിനൊപ്പം നിൽക്കാനേ എനിക്ക് പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ദേവിക താഴോട്ട് വരുന്നുണ്ട്. ദേവികയെ കണ്ടതും ഈ സിദ്ധാർത്ഥനും പ്രഭാവതിയും ദേവികയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അച്ഛൻ എന്താ ഇതിലിപ്പോൾ തീരുമാനം പറയാനുള്ളത്, ഞാൻ എന്താ അച്ഛാ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം മോളെ ഞാനിതിൽ എന്ത് കാര്യം പറയാനാ, എന്തായാലും നന്ദനെ നമുക്കങ്ങനെ വെറുതെ വിട്ട് കളയാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, അപ്പോൾ അച്ഛൻ എന്താ പറയണേ, ഈ തെറ്റ് നമ്മൾ മറച്ചു വയ്ക്കണം എന്നാണെന്ന് ചോദിക്കുമ്പം ഞാൻ അങ്ങനെ പറഞ്ഞില്ല മോളെ, എന്നാലും അവനെൻ്റെ മകനല്ലേ, അവനെ വെറുതെ പോലീസിൻ്റെ മുന്നിലേക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, ഒരു ക്രിമിനൽ കുറ്റം നന്ദു ചെയ്തിരിക്കുന്നത്, അതും ഒരാളെ കൊന്ന കുറ്റം, അത് നമ്മൾ ഒരിക്കലും മൂടി വയ്ക്കാൻ പാടില്ല, എന്തായാലും നന്ദു സത്യം ഏറ്റുപറഞ്ഞ് കോടതിയിൽ കീഴടങ്ങണം, എന്നിട്ട് അതിന് കിട്ടണ ശിക്ഷയും ഏറ്റുവാങ്ങണം എന്ന് വിചാരിച്ച് ഞാൻ നന്ദുവിനെ വിട്ടുകളയൊന്നുമില്ല, നന്ദുവിൻ്റെ തെറ്റെല്ലാം എനിക്കിപ്പോൾ മനസ്സിലായി, അതുകൊണ്ട് ഞാൻ നന്ദുവിനെ ചേർത്ത് പിടിച്ച് നിർത്തിക്കോളാം, അച്ഛൻ അതോർത്ത് ടെൻഷൻ ആവണ്ട, എന്തായാലും ഇത് നമുക്ക് നിയമത്തിൻ്റെ വഴിക്ക് തന്നെ വിടാണ്. അങ്ങനെ ദേവിക ഞാൻ പോകാമെന്നും പറഞ്ഞ് പോകുന്നുണ്ട്. പിന്നീട് ദേവികയാണെങ്കിൽ നമ്മളുടെ ചന്ദ്രമതിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. ചന്ദ്രമതി ദേവിയെ കണ്ടതും എന്താ മോളെ നീ എന്നെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി ഒരു പ്രശ്നമുണ്ട്, അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ ആ ഋഷിയെ കാണാണ്ടായിന്ന്, അതിൻ്റെ പുറകെ കുറേ അന്വേഷണമൊക്കെ നടന്നെങ്കിലും കേസ് എവിടെ എത്തിയില്ല, ഇപ്പം അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പം എന്താ മോളെ മനസ്സിലായി എന്ന് ചോദിക്കുന്ന സമയത്ത് അത് വേറൊന്നുമല്ല, ഋഷി കൊല്ലപ്പെട്ടു. ഋഷി കൊല്ലപ്പെട്ടു എന്നോ, ആരാ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ആരുമല്ല നന്ദനാന്ന്. അത് കേട്ടതും ഈ ചന്ദ്രമതിയാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്, നന്ദൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മോളെ, നിനക്ക് തോന്നണേയിരിക്കും എന്ന് പറയുമ്പം ഇല്ല ആൻറ്റി, നന്ദൻ തന്നെ എന്നോട് ഈ സത്യങ്ങളെല്ലാം ഏറ്റു പറഞ്ഞത്, നന്ദു പ്രത്യേക സാഹചര്യത്തിൽ അറിയാണ്ട് ചെയ്തു പോയതാ, മനഃപൂർവ്വം കൊന്നതൊന്നുമല്ല, എന്നിട്ട് ആ ഋഷിയുടെ ബോഡി എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പം അതെനിക്കറിയില്ല ആൻറ്റി, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല, ഇത് കേട്ടപ്പോൾ തന്നെ എൻ്റെ സമനില തെറ്റിപ്പോയതുകൊണ്ട് പിന്നെ ഞാനൊന്നും ചോദിക്കാൻ നിന്നില്ല,
ഇനി എന്താ മോള് തീരുമാനിച്ചേക്കണേ, മോളുടെ മുന്നോട്ടുള്ള തീരുമാനം എന്താണെന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല ആൻറ്റി. ക്രിമിനൽ കുറ്റം ചെയ്തത് ആരാണെങ്കിലും അതിനുള്ള ശിക്ഷ അനുഭവിക്കണം. അതിപ്പോൾ MLA ഭർത്താവായാലും MLA ആയാലും നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഞാനിത് വെറുതെ വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്തായാലും നന്ദുവിനോട് ഞാൻ പോലീസിൽ കീഴടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്ദു പോലീസിൽ കീഴടങ്ങിയില്ലെങ്കിലും ഞാൻ തന്നെ നന്ദുവിനെ പോലീസിനെയും കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കും. കേസിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്ന്. ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, മോളുടെ ആ തീരുമാനം നല്ലതാണ്. എന്തായാലും അരുന്ധതി ഇത് അങ്ങനെ സഹിക്കും. അരുന്ധതി ഋഷിയെ കാണാനില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെ ഭയങ്കര സങ്കടത്തിലായിരുന്നു. എന്തായാലും ഞാനൊന്ന് അരുന്ധതി മേഡത്തെ കാണാൻ പോകുന്നുണ്ടെന്ന് ദേവിക പറയുന്നുണ്ട്. അന്നേരം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, നീ എന്ത് പറയാനാ അരുന്ധതിയെ കണ്ടിട്ടെന്ന് ചോദിക്കുമ്പം സത്യങ്ങളെല്ലാം മേഡത്തിനോട് പറയണം. ഇനിയും മരിച്ചുപോയ മകൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച് മേഡം കാത്തിരിക്കണേൽ അർത്ഥമില്ലല്ലോ. അവരൊരമ്മയല്ലേ, അവരെ എത്രയാണെന്ന് വെച്ചിട്ടാണ് നമ്മൾ വിഷമിപ്പിക്കണേ. ഇനിയും അവർ ഋഷിയെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ലല്ലോ. സത്യം എന്താണെന്നുള്ളത് അവരോട് തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവർക്കത് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. എന്നാലും ഞാൻ അറിഞ്ഞ സത്യം ഞാൻ അവരെ അറിയിക്കുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനെയും പ്രഭാവതിനെയാണ്. സിദ്ധാർത്ഥനാണെങ്കിൽ പ്രഭാവതിയോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പ്രഭേ, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയല്ലോ എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, എന്തായാലും ഇത്രയും നാളും നന്ദനെ ഞാൻ ദേവികയോട് പറയണതിൽ നിന്നും വിലക്കിയത് ഇതുകൊണ്ട് തന്നെയാണ്. ഇനിയിപ്പോൾ സത്യങ്ങളെല്ലാം ദേവിക അറിയുകയും ചെയ്തു. ഇനി നമുക്കത് മാറ്റി പറയാനും പറ്റില്ല. ദേവിക എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുമെന്ന് എനിക്കറിയില്ല. നമ്മളുടെ നന്ദൻ്റെ ജീവിതം പോയല്ലോ സിദ്ധു എന്ന് പറയുമ്പം നന്ദൻ്റെ ജീവിതത്തെക്കുറിച്ച് മാത്രമാണോ നിനക്ക് ചിന്തയുള്ളൂ? അതുപോലെ ഒരാളല്ലായിരുന്നോ ഋഷിയെ കൊല്ലേണ്ട വലിയ കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, അത് നന്ദൻ പറഞ്ഞല്ലോ, മനഃപൂർവ്വമൊന്നുമല്ല, അറിയാതൊരു കയ്യബദ്ധം പറ്റിയതാണ്, അത് നമുക്ക് ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പം ക്ഷമിക്കാവുന്നതേ ഉള്ളൂ, പക്ഷേ അവൻ്റെ അമ്മയും സമൂഹവും പോലീസും കോടതിയും ഒന്നും അത് ക്ഷമിക്കില്ല. അത് പോലീസ് സ്റ്റേഷനിൽ ചെന്നും കോടതിയിൽ ചെന്നും പറയാൻ പറ്റിയ ന്യായമൊന്നുമല്ല. അതുകൊണ്ട് താൻ ഈ ന്യായം പറഞ്ഞുകൊണ്ട് നിൽക്കണ്ട, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ അവനെ രക്ഷിക്കാമെന്ന്. ഈ സമയത്ത് നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ ഫോണെടുത്ത് ഇസബല്ലയെ വിളിക്കുന്നുണ്ട്. ഇസബല്ല ഫോണെടുത്തത് എന്താ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ മോളെ ആകെ പ്രശ്നമായി. എന്ത് പ്രശ്നമായി എന്ന് പറയണേ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ഒന്നുമല്ല, ദേവികയോട് നന്ദൻ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അത് കേട്ടതും ഈസബല്ല ചോദിക്കുന്നുണ്ട്, എന്ത് സത്യം പറഞ്ഞു എന്നാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഋഷിയെ കൊന്നത് നന്ദനാന്നുള്ള സത്യം ദേവികയോട് തുറന്നു പറഞ്ഞു. അത് കേട്ടതും ഈസബല്ലയാണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള മട്ടാവുന്നുണ്ട്. എന്നിട്ട് കെവിനോട് പറയുന്നുണ്ട്, കെവിനെ ആകെ പ്രശ്നമായിടാം, ആ നന്ദൻ നമ്മളെ ചതിച്ചു, അവനെല്ലാ സത്യങ്ങളും ദേവികയോട് തുറന്നു പറഞ്ഞു. ഇതിപ്പോൾ ആകെ പ്രശ്നമായാലോ. ഇപ്പോൾ ഋഷി ജീവിച്ചിരിക്കേണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടി നമുക്കെതിരെ തിരിയൂലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുമ്പോൾ എല്ലാം എന്ന് വയ്ക്കുമ്പോൾ എന്തായാലും അധികം വൈകാതെ തന്നെ ഋഷി ജീവിച്ചിരിക്കട്ടെന്നുള്ള സത്യം എല്ലാവരും അറിയും. അതിനു മുമ്പായിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ ചന്ദ്രോത്ത് പോയി ഒരു സീൻ ഉണ്ടാക്കാം. എന്തായാലും ഋഷിയെ കൊന്നു എന്നും പറഞ്ഞ് നന്ദൻ ദേവികയുടെ മുന്നിൽ കുറ്റസമ്മതം നടത്തിയതിൻ്റെ പേരിൽ ഞാനും നീയൊക്കെ ജയിലിൽ പോകേണ്ട വരുമെന്ന് പറഞ്ഞ് അവരെ പേടിപ്പിക്കാം. അപ്പോൾ പിന്നെ അവരെന്താ ചെയ്യണമെന്ന് അറിയാലോ. എന്തായാലും അതും കൂടി കേട്ട് കഴിയുമ്പോൾ അവർ ദേവികയെ സ്വാഭാവികമായിട്ടും തടയാൻ സാധ്യതയുണ്ട്. അങ്ങനെ തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ആരും അറിയില്ല. ഇല്ലെങ്കിൽ ദേവിക കേസുമായി മുന്നോട്ട് പോയാൽ ഋഷി മരിച്ചിട്ടില്ല എന്നുള്ള സത്യം എല്ലാവരും അറിയുന്നു. നേരം കെവിൻ ചോദിക്കുന്നുണ്ട്, ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകണോ ബെല്ല, നമ്മളങ്ങോട്ട് ചെന്നാൽ കൂടുതൽ പ്രശ്നമാവില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പോയില്ലെങ്കിലാ പ്രശ്നമാവാൻ പോണേ, അതുകൊണ്ട് നീ വാന്നും പറഞ്ഞ് ഇസബല്ലയാണെങ്കിൽ കെവിനെ വിളിച്ചുകൊണ്ട് ചന്ദ്രോത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ചന്ദ്രോത്ത് പ്രഭാവതിയും സിദ്ധാർത്ഥനും നന്ദനും കൂടെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ തലയ്ക്ക് കൈയും കൊടുത്ത് നന്ദൻ അവിടെ ഇരിക്കുകയാണ്. അന്നേരം പ്രഭാവതി ചോദിക്കുന്നുണ്ട്, എന്നാലും നന്ദ നീ എന്ത് പണിയാണ് കാണിച്ച്, നിന്നോട് ഞാനിത് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ അത് ദേവികയോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അമ്മേ എനിക്കൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അത് തന്നെയല്ല അമ്മേ, ആ ഋഷി മരിച്ചതിന് ശേഷം ഞാൻ മനസ്സമാധാനമായിട്ടൊന്നും ഉറങ്ങിയിട്ട് കൂടിയില്ല. അതുപോലെ തന്നെ അന്ന് എന്നെയും ഇസബല്ലേനെയും ദേവിയും ഗിരീഷേട്ടനും വന്ന് ആ ഹോം സ്റ്റേയിൽ നിന്ന് കണ്ടുപിടിച്ചില്ലേ, അന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു ദേവിയോട് എല്ലാ സത്യങ്ങളും. പക്ഷേ ഞാൻ പേടിച്ചിട്ട് അമ്മയെ പറയാതിരുന്നത്. അതുമാത്രമല്ല ദേവിയോട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ദേവിയെ എനിക്ക് ബോധിപ്പിക്കണമായിരുന്നു. ഒരു തെറ്റും ചെയ്യാതെ ഞാൻ എന്തിനാ ആ ശിക്ഷയും കൂടെ ഏറ്റുവാങ്ങണമെന്ന് വയ്ക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, എന്തായാലും ദേവിക പിണങ്ങി പോയാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തിരികെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചാൽ ഞാനിരുന്നത്. ഇതിപ്പോൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കൈ വിട്ടു പോയല്ലോ നന്ദാന്ന്. ഈ സമയത്താണ് ഇസബല്ലയും കെവിനും അങ്ങോട്ട് വരുന്നത്. ഇസബല്ലയും കെവിനും വന്നിട്ട് നന്ദനോട് ചോദിക്കുന്നുണ്ട്, നന്ദ നീ എന്ത് പണിയാണ് കാണിച്ചത്, നീ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം കൂടിയാണല്ലോ തകർത്തത്, നീ ഞങ്ങളുടെ സുഹൃത്തായതുകൊണ്ടല്ലേ നിനക്ക് വേണ്ടി ഞങ്ങൾ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്യാൻ കൂട്ടുന്നത്, എന്നിട്ടിപ്പോൾ അവസാനം നീ അതെല്ലാം മറന്ന് ഞങ്ങൾക്കിട്ട് തന്നെ പണി തന്നല്ലോ എന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, എടാ പ്ലീസ് കെവിൻ എന്നോട് ക്ഷമിക്കടാ, എനിക്ക് അന്നേരം വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല, ദേവിയുടെ അടുത്ത് എനിക്ക് സത്യങ്ങൾ പറയേണ്ട വന്നു, അതിന് ഞാൻ നിങ്ങളെ ആരെയും ചതിക്കൂലാടാ, എല്ലാം ചെയ്തത് ഞാനാണെന്ന്
പോലീസിൻ്റെ അടുത്ത് ഏറ്റോളാം, നിങ്ങളെ ഞാൻ കുറ്റക്കാരാക്കൂല, എല്ലാ കുറ്റവും ഞാൻ ഏറ്റോളാം, അതിൻ്റെ ശിക്ഷയെ ഞാൻ മേടിച്ചോളാം, ജയിലിൽ പോകണമെങ്കിൽ അതും ഞാൻ ചെയ്തോളാം, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ഇസബെല്ല പറയുന്നുണ്ട്. എന്നാലും നന്ദനിൽ നിന്ന് ഇതുപോലൊരു ചതി ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ നന്ദൻ ചതിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഒരിക്കലും സഹായിക്കാൻ നിൽക്കില്ലായിരുന്നു. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അവന് പറ്റിപ്പോയി മക്കളെ, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം, ഇനി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് നോക്കണം എന്ന് പറയുമ്പോൾ ഇസബെല്ല പറയുന്നുണ്ട്, നന്ദൻ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അത് ദേവിക തന്നെ വിചാരിക്കണം. ദേവിക അങ്ങനെ വിചാരിക്കണമെങ്കിൽ ഇതിൽ അങ്കിൾ ഇടപെടണം, അല്ലാതെ വേറെ ആരിടപെട്ടിട്ടും കാര്യമില്ല. ദേവികയാണെങ്കിൽ നല്ല ആദർശമുള്ള MLA, അതുകൊണ്ട് അവൾ ഇതിന് നേരെ കണ്ണടയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ മുന്നോട്ട് പോകുന്ന നേരം പ്രഭാവതി സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, സിദ്ധു എന്താ ഒന്നും മിണ്ടാണ്ടിരിക്കണേ, സിദ്ധുവിന് ഇതിലൊന്നും പറയാനില്ലേ, ദേവികയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കും സിദ്ധു എന്ന് പറയുമ്പോൾ, കാര്യങ്ങളെല്ലാം എൻ്റെ കൈ വിട്ടുപോയി, ഇനി ഞാൻ ആരെ വിളിച്ച് സംസാരിച്ചിട്ടും കാര്യമില്ല, എന്തായാലും ദേവിക ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന്. അത് കേട്ടതും നമ്മളുടെ ഇസബെല്ലയും കെവിനും പ്രഭാവതിയും നന്ദനും എല്ലാവരും ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. നന്ദനും പ്രഭാവതിയൊക്കെ ഈ നന്ദൻ ജയിലിൽ പോകുമല്ലോ എന്നുള്ള പേടിയിലാണെങ്കിൽ ഇസബെല്ലയും കെവിനും പേടിക്കുന്നത് ഋഷി മരിച്ചിട്ടില്ല, ഋഷി മരിച്ചു എന്നും പറഞ്ഞ് ഈ നന്ദനെ കെവിനും ഇസബെല്ലയും ചേർന്ന് ചതിക്കുമായിരുന്നു എന്നുള്ള സത്യം എല്ലാവരും അറിയുമല്ലോ എന്നുള്ള പേടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.